അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠം ഈമാൻ കാര്യങ്ങൾ എന്നുള്ളതാണ്. അതിലാദ്യം ഒരു ബൈത്താണ് പറയുന്നത്. അതുപോലെ അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്ന് നമുക്ക് നോക്കാം. ഉത്തരം എഴുതാം. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് 3 അപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 3 എഴുതാൻ ചോദിക്കും. അപ്പോൾ ഏതൊക്കെയാണ് എഴുതുക? അവൻ ഒരുവനാണ്, അവന് ഒരു കൂട്ടുകാരുമില്ല, അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ് എന്നീ തുടങ്ങിയ വിശേഷണങ്ങളാണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? അപ്പോൾ ഏതിനാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുക? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഒന്നുകൂടെ നോക്കാം. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തത്, നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം? എന്തിനെല്ലാമാണ് നമുക്ക് പരിധിയുള്ളത്? ഉത്തരം, അറിവിനും കാഴ്ചയ്ക്കും കേൾവിക്കും നമുക്ക് പരിധിയുണ്ട്. അറിവിനും കാഴ്ചയ്ക്കും കേൾവിക്കും നമുക്ക് പരിധിയുണ്ട്. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് പൂരിപ്പിക്കുക. ഈമാനിന ഡേഷ് വൽ കുത്തുബി ഡേഷ് അത്തഹ്ലുക. അപ്പോൾ അത് പൂരിപ്പിച്ചെഴുതും എങ്ങനെ വരും? ഈമാനിന ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമി തഹ്ലുക എന്ന് വരും. അവിടെ ബില്ലാഹി വൽ മലായിക എന്നും വർ റുസുലി വയൗമി എന്നുമാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠം നോക്കാം. മലക്കുകൾ എന്നാണ് രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര്. ആ ഒരു പാഠത്തിൽ പ്രധാനികളായ 10 മലക്കുകളുടെ പേരും അവരുടെ ചുമതലകളും പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിക്കുക. നമുക്കതൊന്ന് നോക്കാം. ആദ്യത്തെ മലക്ക്, ഒന്നാമത്തെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ചുമതലകൾ എന്തൊക്കെയാണ്? അംബിയ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കൽ, അതാണ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചുമതല. രണ്ടാമത്തത് മീകായിൽ അലൈഹിസ്സലാമാണ്. ഇടി, മിന്ന്, മഴ, കാറ്റ്, റിസ്ഖ് മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരാണ് മീകായിൽ അലൈഹിസ്സലാം. ഇനി മൂന്നാമത്തതോ ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ. നാലാമത്തത് അസ്റായിൽ അലൈഹിസ്സലാമാണ്. റൂഹുകൾ പിടിക്കൽ. 5ഉം 6ഉം മുൻകർ നക്കീർ അലൈഹിസ്സലാമാണ്. ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ. ഇനി 7ഉം 8ഉം റഖീബ് അതീദ് അലൈഹിസ്സലാമാണ്. നന്മ തിന്മ എഴുതൽ. 9ാമത്തത് മാലിക് അലൈഹിസ്സലാം, നരകം കാക്കൽ. 10 റിദ്വാൻ അലൈഹിസ്സലാം, സ്വർഗം കാക്കൽ. ഇനി പറയുന്നത് മലക്കുകളുടെ വിശേഷണങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല, അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല, അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. 4ാമത്തത് ക്ഷീണമോ മടിയോ അവർക്കില്ല. 5ാമത്തത് നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. ഇതെല്ലാം മലക്കുകളുടെ വിശേഷണമാണ്. അപ്പം ഇതിൽ നിന്നും ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ പാഠത്തിൽ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്ന് നോക്കാം. ഉത്തരം പറയാം. മലക്കുകൾ ആരാകുന്നു? അപ്പോൾ മലക്കുകൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം എഴുതേണ്ടത് എന്താണ്? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. രണ്ടാമത്തത്, മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് 3. അപ്പോൾ നമ്മൾ മലക്കുകളുടെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും 3 എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല, അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല, അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി മൂന്നാമത്തത്, മാലിക് അലൈഹിസ്സലാമിൻ്റെ ചുമതല എന്താണ്? നരകം കാക്കൽ. അപ്പോൾ നമ്മളതൊക്കെ മുകളിൽ ചർച്ച ചെയ്തതാണ്. മാലിക് അലൈഹിസ്സലാമിൻ്റെ ചുമതല എന്താണ്? നരകം കാക്കലാണ്.
അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ഒരു പ്രവർത്തനം വരുന്നത്, വരച്ച് യോജിപ്പിക്കാം. അപ്പം ഓരോ മലക്കുകളുടെ പേരും അവരോട് യോജിച്ച ചുമതലകളും അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താക്കണം, വരച്ച് യോജിപ്പിക്കണം. അപ്പോൾ ഒന്നാമത്തത് ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ്, സ്വർഗം കാക്കൽ, വഹി എത്തിക്കൽ, സൂർ എന്ന കാഹളത്തിൽ ഊതൽ, ഖബറിലെ ചോദ്യം. അപ്പോൾ എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം, വഹി എത്തിക്കൽ എന്നുള്ളതാണ് ശരി. അപ്പോൾ അതാണ്, അതിൻ്റെ നേരെയാണ് യോജിപ്പിക്കേണ്ടത്. രണ്ടാമത്തത് മുൻകർ അലൈഹിസ്സലാം. മുൻകർ അലൈഹിസ്സലാമിൻ്റെ എന്താണ്, ഖബറിലെ ചോദ്യം. അതുപോലെ റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗം കാക്കൽ. നാലാമത്തത് ഇസ്റാഫിൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതൽ. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ പാഠത്തിൽ വരിക. ഇനി മൂന്നാമത്തെ പാഠം കിതാബുകൾ എന്നുള്ളതാണ്. അപ്പോൾ കിതാബുകൾ എന്നുള്ള പാഠത്തിൽ 4 കിതാബുകളും അവയുടെ ഭാഷയും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തത് തൗറാത്താണ്. തൗറാത്തിൻ്റെ ഭാഷ ഇബ്രാനി, ഹിബ്രു. അതുപോലെ സബൂറാണ്. സബൂറിൻ്റെ ഭാഷ യൂനാനി, ഗ്രീക്ക്. ഇഞ്ചിലിൻ്റെ ഭാഷ ഏതൊക്കെയാണ്, സുരിയാനി, സിരിയക്. ഇനി നമ്മുടെ ഖുർആനാണ് ഫുർഖാനുൽ അളീം, അതിൻ്റെ ഭാഷ അറബിയാണ്. അപ്പം ഈ ഒരു പാഠത്തിൽ നിന്നും ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത്, അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്ര? ഉത്തരം എന്താണ്, 4 കിതാബുകൾ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത്, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകുന്നു? എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? ഇഹപര വിജയം. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും ഉള്ള വിജയമാണ്, അഥവാ ഇഹപര വിജയമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇനി മൂന്നാമത്തത്, ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? എന്താണ്? ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും അനിവാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ ചില ചിട്ടകളും അതുപോലെ നിയമങ്ങളും ഒക്കെ അനിവാര്യമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഇഹപര വിജയം കരസ്ഥമാകും. ഇനി രണ്ടാമത്തത് കണ്ടെത്താം എന്നുള്ളതാണ്. ആദം നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ എത്രയാണ്? 10 ഏടുകളാണ് അല്ലേ? ഇനി രണ്ടാമത്തത്, സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? ആരാണ് സബൂർ ഇറക്കപ്പെട്ടത്? ദാവൂദ് നബി അലൈഹിസ്സലാം. ഇനി മൂന്നാമത്തത്, ഷീസ് നബിക്ക് എത്ര ഏടുകൾ ഇറക്കപ്പെട്ടു? എത്ര ഏടുകളാണ്? 50 അല്ലേ? 50 ഏടുകളാണ് ഷീസ് നബിക്ക് ഇറക്കപ്പെട്ടത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കാം എന്നുള്ളതാണ്. മൂസ അലൈഹിസ്സലാം കിതാബ് ഏതാണ്? തൗറാത്താണ് അല്ലേ? ഭാഷ, തൗറാത്തിൻ്റെ ഭാഷ ഇബ്രാനി. രണ്ടാമത്തെ കള്ളിയിൽ ദാവൂദ് അലൈഹിസ്സലാം കിതാബ് ഏതാണ്? സബൂർ. ഏതാണ് ഭാഷ സബൂറിൻ്റെ? യൂനാനി. ഇനി മൂന്നാമത്തെ കോളത്തിൽ ഈസ അലൈഹിസ്സലാം ഏതാണ് കിതാബ്? ഇഞ്ചീൽ. ഭാഷ സുരിയാനി. അടുത്തത് അവസാനത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബ് ഏതാണ്? ഫുർഖാനുൽ അളീം അഥവാ നമ്മുടെ ഖുർആൻ. അതിൻ്റെ ഭാഷ അറബി. ഇനി അടുത്ത പാഠമാണ് ഫുർഖാനുൽ അളീം. അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഉത്തരം എഴുതാം. ആദ്യം അവിടെ ഒരു ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ഒരു അറബി വരുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അർത്ഥം എഴുതാനോ പൂരിപ്പിക്കാനോ ഏട്ടം ചോദിക്കാം. അപ്പോൾ അതും അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് ഏത്? ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ്? പരിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ട്? എത്ര വർഷം കൊണ്ടാണ്? 23 വർഷം കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ്റെ അവതരണം പൂർത്തിയായത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്കാണ്? ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതയ്ക്കും മാർഗനിർദ്ദേശമാണ്. ഒന്നുകൂടെ നോക്കാം. ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക്?
ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതയ്ക്കും മാർഗനിർദ്ദേശമാണ്. 4-ാമത്തെ ചോദ്യം, ഖുർആനിനോട് കാണിക്കേണ്ട 4 അദബുകൾ. കുറേ അദബുകൾ നമ്മൾ ഖുർആനിനോട് കാണിക്കണം. അപ്പോൾ അതിൽ 4 മാത്രം എഴുതുക. 1, ഖുർആനിൻ്റെ മീതെ ഒന്നും വെക്കാതിരിക്കുക. ശുദ്ധി കൂടാതെ തൊടാനോ ചുമക്കാനോ പാടില്ല. ഖുർആനിൻ്റെ നേരെ കാല് നീട്ടാൻ പാടില്ല. അതുപോലെ വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഖുർആന് വെക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഖുർആനിനോട് നാം കാണിക്കേണ്ട അദബുകൾ. ഇനി 2-ാമത്തത് പൂരിപ്പിച്ചു സാരം എഴുതാം എന്നുള്ളതാണ്. നമ്മൾ മേലെ പറഞ്ഞ ആ ഒരു വാക്ക് തന്നെയാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.